ഓണത്തിന് ശമ്പളവും ബോണസും നൽകാൻ പണമില്ലാതായതോടെ വീണ്ടും കടമെടുപ്പിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 3000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ഓഗസ്റ്റ് 26-ന് മുംബൈയിൽ നടക്കും. ഓണക്കാല ചെലവുകൾക്കായി 20,000 കോടിയോളം രൂപയാണ് സർക്കാരിന് ആവശ്യം. ഈ മാസത്തെ മൂന്നാമത്തെ കടമെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ് പ്രജിത് മോഹനൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ കടമെടുപ്പ് സ്ഥിരമായിരിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ഓണക്കാലമാണിത്. ശമ്പളവും ബോണസും നൽകാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. അതിന് പോലും കടമെടുക്കേണ്ട സാഹചര്യമാണ്. 3000 കോടിക്കായുള്ള കടപ്പത്ര ലേലമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഓണം കഴിയുന്നതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിൻ്റെയും ഒക്കെ തിരക്കുകൾ കൂടും. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ചെലവുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളുമൊക്കെ സജീവമാകും. എന്തായാലും ഓണക്കാലം പരാതികളൊന്നുമില്ലാതെ കടന്നുകൂടുക എന്നുള്ള കാര്യം സർക്കാരിനും മുന്നണിക്കുമൊക്കെ നിർബന്ധമുള്ള കാര്യവുമാണ്. പക്ഷേ അതിന് കഴിയുന്ന ഒരു സാമ്പത്തികാവസ്ഥയിലല്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. കാരണം ഈ ഓണക്കാല ചെലവുകൾ കടന്നു കിട്ടണമെങ്കിൽ മാത്രം ഏതാണ്ട് 20,000 കോടിയോളം രൂപയുടെ ആവശ്യം സർക്കാർ ഉണ്ട്. പക്ഷേ നിലവിൽ സംസ്ഥാന ഖജനാവിൽ അതിനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ളതാണ്. ഈ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ വിതരണം ചെയ്യാൻ അനുമതി നൽകിയതോടുകൂടി ഖജനാവ് ഏതാണ്ട് കാലിയായ സാഹചര്യവും. ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ ഓഗസ്റ്റ് മാസത്തെ മൂന്നാമത്തെ കടമെടുപ്പിന് സർക്കാർ കളമൊരുക്കുന്നത്. ഈ 26-ാം തീയതി റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബർ സംവിധാനം വഴിയാണ് കടപ്പത്ര ലേലം എടുക്കുക. ഈ കടമെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ കടമെടുത്തത് ആകെ 23,000 കോടിയായി മാറും. ഈ ഡിസംബർ വരെ സർക്കാരിന് കടമെടുക്കാൻ കഴിയുക 29,799 കോടിയാണ്. 23,000 കോടി രൂപ കടമെടുത്തതോടുകൂടി 6,799 കോടി കൊണ്ട് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ ചെലവുകൾ സർക്കാരിന് തുടർന്ന് പോകേണ്ടതുണ്ട്. ഇത് ഏതാണ്ട് അപ്രായോഗികമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭാ സമ്മേളനത്തിൻ്റെതായ ചെലവുകളുണ്ട്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ജീവനക്കാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലുമൊക്കെയുള്ള വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്ഷാമബദ്ധ വിതരണം നടക്കുന്നില്ല, ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ വലിയ വിലക്കയറ്റമുണ്ടായിട്ടും വിപണി ഇടപെടലിൽ ഫലപ്രദമായി സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ പരാതികൾ പരമാവധി പിടിച്ചു നിർത്തി ഒരു പ്രീണനത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ, അത്തരമൊരു നയം സ്വീകരിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സർക്കാരിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ക്ഷേമ പെൻഷനുകൾ, അത് ഖജനാവിൽ പൈസയില്ലായിട്ട് കൂടി ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക്, ഇന്നു മുതൽ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. എന്തായാലും ഈ ഓണം കഴിയുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 7,500 കോടി കൂടി കടമെടുക്കാനുള്ള ഒരു അനുമതി കേന്ദ്രത്തോട് തേടിയിട്ടുണ്ട്. ഇതിന് കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ പോകും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള അതിൻ്റെ ഒരു ദുരിതമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ 19-ാം തീയതി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതുവരെ 25 ലക്ഷം രൂപയുടെ ബില്ലുകൾക്ക് വരെ പ്രതിദിനമായി അല്ലെങ്കിൽ ഡെയിലി ചെലവുകൾക്ക് വേണ്ടിയിട്ട് ട്രഷറിയിൽ നിന്ന് അനുമതി നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിൻ്റെ പരിധി അത് 10 ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട്. ഇനി 10 ലക്ഷത്തിന് മുകളിലുള്ള ഏത് ബില്ലുകൾ മാറണമെങ്കിലും ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ മാറാൻ കഴിയില്ല എന്നുള്ളൊരു സവിശേഷ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 3000 കോടി കൂടി കടമെടുത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സംസ്ഥാനത്തുണ്ടാകുന്ന ഈ നികുതി വരുമാനമടക്കം അല്ലെങ്കിൽ നികുതി കളക്ഷൻ അടക്കം ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കേന്ദ്രത്തിൻ്റെ കനിവ് കാത്തിരിക്കുകയാണ് നിലവിൽ. ഈ സംസ്ഥാനത്തെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് നേരത്തെ സുപ്രീം കോടതി അടക്കം വലിയ വിമർശനമുയർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. കടമെടുക്കുന്നത് ഒരു പരിധിയുമില്ലാതെ പോയപ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ഈ കടമെടുപ്പിൽ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അനുസരിച്ച് ഏതാണ്ട് 8,276 കോടി കൂടി അധികമായി ഈ ഡിസംബർ വരെ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ അതും പോരാ എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ 26-ാം തീയതിയിലത്തെ കടമെടുപ്പോടുകൂടി സംസ്ഥാനത്തിൻ്റെ മൊത്തം പൊതുകടം എന്ന് പറയുന്നത് 4,94,091 ലക്ഷം കോടിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നുള്ളത്. അങ്ങനെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് പതുക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ
ഓണക്കാലം കഴിയുന്നതോടുകൂടി സംസ്ഥാന സർക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ധനവകുപ്പിനില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ധനവകുപ്പിലെ ഉന്നതർ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ കൈമലർത്തുകയാണ്. കാരണം അധിക വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല, നിലവിലുള്ള നികുതി പിരിവ് കൃത്യമായി നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നികുതി പിരിവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വീഴ്ചകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് GST അടക്കം പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന നികുതി വകുപ്പിനുണ്ടാകുന്ന വീഴ്ചകൾ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് കൂടുതൽ ബാറുകൾ അനുവദിക്കുമ്പോഴും അതിൽ നിന്നുള്ള വിൽപ്പന നികുതി വരുമാനത്തിൽ സംസ്ഥാനത്ത് ഇടിവുണ്ടാകുന്നു എന്നുള്ള അത് ക്രമക്കേടുകളുടെയൊക്കെ സാധ്യതയാണ് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ നിലവിലത്തുള്ള സാമ്പത്തികാവസ്ഥ അതീവ ദുരന്തര അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഈ ഓണക്കാലം എങ്ങനെ കടന്നു കിട്ടുമെന്ന് പോലും കൃത്യമായ ധാരണയില്ലാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. കാരണം സർക്കാരിന് ഇപ്പോഴും വിപണി ഇടപെടൽ ഫലപ്രദമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ വെളിച്ചെണ്ണയുടെയൊക്കെ വില കൂടിയിരുന്ന സമയത്ത് കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഇറക്കി അതിൽ വില കുറച്ച് വിൽക്കുന്നു എന്ന് തങ്ങൾ പ്രഖ്യാപനം നടത്തിയപ്പോഴേക്കും വിപണിയിലെ വെളിച്ചെണ്ണയുടെ വില കുറച്ച് കുറയുന്നു. ആ സമയത്ത് സർക്കാർ ഇറക്കിയ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു തരത്തിലും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ വിപണി ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം. ഇപ്പോഴും മാർക്കറ്റിൽ വലിയ വിലക്കയറ്റമുണ്ട്. നേരത്തെ ഈ ഇൻഫ്ലേഷൻ റേറ്റ്, പ്രത്യേകിച്ച് പണപ്പെരുപ്പ് നിരക്കിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കേരളം തുടർച്ചയായി 7ാം മാസവും എത്തി എന്നുള്ളത് നമ്മൾ പുറത്തുവിട്ടതാണ്. പ്രത്യേകിച്ച് 8.89% സംസ്ഥാനത്തെ ഈ പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് കാരണമാകുന്നുമുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 2017 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് എത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പണപ്പെരുപ്പ് നിരക്ക് ഓരോ മാസം കഴിയുന്തോറും വലിയ രീതിയിൽ കുതിച്ചു വരുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ആ പണപ്പെരുപ്പ് നിരക്ക് 10ലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് അനിയന്ത്രിതമായ വിലക്കയറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഒരു പോക്ക് വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് എന്നുള്ളത്. ദേവിക. ശരി പ്രജിത്ത്.